നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പല ടൈപ്പ് കേക്കുകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതര കേക്കുമായിട്ടാണ് നമ്മുടെ അജിതയുടെ വരവ്. മറ്റൊന്നല്ല, ബനാന കേക്ക്. ബനാന കേക്കിന് നല്ല പ്രത്യേകതയുണ്ട്, അതിൻ്റെ ടേസ്റ്റിനും പ്രത്യേകതയുണ്ട്, ഉണ്ടാക്കുന്ന രീതിയിലും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് അജിതോട് ചോദിച്ച് മനസ്സിലാക്കാം. അജിത, ബനാന കേക്ക് എന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഇതെന്തുവാ ബനാന കേക്കിൻ്റെ പ്രത്യേകത? നമുക്ക് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം 2 എണ്ണം, 3 മുട്ട, നെയ്യ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര 1 ബൗള്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് കാണാം. തുടങ്ങാം. ആദ്യം എവിടുന്ന പരിപാടി? പഴം കട്ട് ചെയ്യാം. ഓക്കെ. ഇതിന് പ്രത്യേകം ഇതുണ്ടോ? ഷേപ്പ് സൈസ് ഒക്കെ ഉണ്ടോ? അങ്ങനെയില്ല, റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടല്ലേ? പണ്ടൊക്കെ എനിക്കറിയാം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ അവർ ഇതുപോലെ കുഞ്ഞ് സർക്കിളിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് തേങ്ങയും തൂങ്ങിയിട്ടിട്ട് തരും. ഒരു എന്താ പറയുക, സ്നാക്കായിട്ട് തരുന്നത് അങ്ങനെയൊക്കെയാണ്. ഇത് കട്ട് ചെയ്തപ്പോൾ അതാ ഓർമ്മ വന്നത്. കൊച്ചു കഷ്ണങ്ങളല്ലേ? ചെറിയ കഷ്ണമാക്കി. ഇനി അടുത്ത പരിപാടി എന്തുവാ? ഇനി അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വറുത്തെടുക്കാം. അപ്പം ഇനി പാൻ ചൂടാക്കാൻ. ഈ പാൻ ചൂടായിട്ട് എണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാൻ. ഇതിലിപ്പോൾ നമുക്ക് ഈ ഓവൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. ഓവനൊന്നും ഇല്ലാത്ത ഒരു കേക്ക്, അതും കൂടെ നോക്കാം. ഇത് എത്ര സ്പൂണാണ് വേണ്ട എണ്ണ? അത് ഇതും വറുത്തെടുക്കണം. അതിനാവശ്യത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെക്കട്ടെ. ഇതൊരു ഓരോന്നായിട്ട് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത്. സാധാരണ നമ്മൾ ഏതൊരു ഇതിലും ഇത് നെയ്യിലൊക്കെ വറുത്തെടുക്കും. ഇത് ആദ്യമായിട്ടാണ് ഇപ്പം എണ്ണയിൽ വറുത്തെടുക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നു തുടങ്ങി. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ആദ്യം ഏതാ? 2 ഇട്ടേക്കും. ഇന്നതൊന്നും ഇല്ലല്ലേ? നല്ല ഫ്രൈ ചെയ്യണോ അതോ കുറച്ചൊന്ന് മൂപ്പിച്ചു? ഇത് മുന്തിരിങ്ങ ഒന്ന് നല്ല പൊന്തിച്ച് വരണം. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഒന്ന് ബ്രൗൺ ആയാൽ മതി അല്ലേ? ആയി കഴിഞ്ഞ് എടുക്കാം. ഒന്ന് സീസൺ ചെയ്താൽ മതി. ഒരുപാട് മൂത്തുകൊണ്ട് എന്നാൽ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവും വേണം. വികസിച്ചിരിക്കുന്ന നല്ല രസമുണ്ട്, പക്ഷെ അതിനി പുസ്സായി പോകും തണുത്തിട്ട്. ഇനി അടുത്ത പഴം. ഈ എണ്ണയിലിട്ട് തന്നെ ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നമ്മളൊരു എന്താ പറയുക, ബനാന റോസ്റ്റ് എന്നൊക്കെ ഇപ്പം പറയാമല്ലേ? നന്നായിട്ട് മുറിക്കണം. ഇത് നന്നായി ഫ്രൈ ആണ്. നല്ല ബ്രൗൺ അത് വറുത്ത് കോരി അങ്ങനെ എടുക്കാം. നല്ലൊരു വെന്ത് നല്ലൊരു ചെറിയൊരു ഗോൾഡൻ കളർ. സാധാരണ ചിപ്സിന് വേണ്ടി കുറച്ചും കൂടെ കനം കുറച്ച് കഴിഞ്ഞാൽ ചിപ്സിന് വറുക്കും പോലെയല്ലേ? ഇത് എത്ര മിനിറ്റ് ഇങ്ങനെ ഉണ്ടാക്കണം? ഇതിപ്പം കുറച്ച് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് 2 വർഷം ചെയ്യണം. അവിടെ ഇറക്കി കൊടുത്താൽ മതി.
അര സ്പൂണോളം. അര സ്പൂൺ ഏലക്ക പൊടിച്ച് 3 മുട്ടയ്ക്കകത്തല്ലേ? ഈ കൂടെ തന്നെ പഞ്ചസാര അടച്ച്. പഞ്ചസാര എത്ര മൊത്തം? ഇത് മൊത്തം ഏകദേശം ഒരു 4 സ്പൂണോളം പഞ്ചസാര നന്നായിട്ട് അടിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാര ഏലക്കയും അല്ലേ?